അസ്സലാമലൈക്കും. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസാണ്. ഇത് നമുക്ക് എങ്ങനെ സിമ്പിളായി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമെന്ന് കാണാം. മെയിനായിട്ടും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ക്യാബേജ്, ക്യാരറ്റ്, സ്പ്രിംഗ് ഓനിയൻ, ഗാർലിക്, ജിഞ്ചർ, സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ്, ചിക്കൻ, 2 കളറ് ക്യാപ്സിക്കം, പിന്നെ വേവിച്ച് വെച്ച റൈസ്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ആൻഡ് ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും നല്ല ഗോൾഡൻ കളർ ആവും വരെ വഴറ്റണം. ഇനി അതിലോട്ട് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ക്യാബേജ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതിലോട്ട് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലോട്ട് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 3 ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ക്യാപ്സിക്കം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി വേവിച്ച് വെച്ച റൈസ് മേലെ നല്ലോണം ഇട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജായ സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടിപൊളിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് അടിപൊളിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോസുമായി കാണാം. അതുവരെ ബൈ.